बारिशों में खुली चिंगारियां, जाने क्या क्या लेके आती है हर लम्हा मुझ में यूं तुझे भर जाती है तन्हाइयाँ तन्हाइयाँ तन्हाइयाँ. ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ലവ് ആക്ഷൻ ഡ്രാമയുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ വരുണും സെലീനയും നേർക്ക് നേർ ജെ കെയുടെ ഫ്രണ്ടല്ല എന്ന് പറഞ്ഞ വരുൺ ജെ കെയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സീനിലാണ് നമ്മൾ നിർത്തിയത്. ശരി, അതിനുശേഷം എന്ത് സംഭവിക്കും നോക്കാം. ഇതിപ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്ന് എനിക്ക് ഡൗട്ട്. ഏത് ചരിത്രം? അന്ന് നീ എൻ്റെ ഹോസ്റ്റൽ റൂമിലൊന്ന് കുടുങ്ങിപ്പോയില്ലേ? നോ നോ നോ, അതൊന്നും ഇനി ആവർത്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു നിന്നത് പെട്ടെന്ന് ഡോർ ബെല്ലടിച്ചു. ആരാ അത്? അവൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് ഇന്ന് ഡോർ തുറന്നു. വരുണായിരുന്നു അത്. നീ എന്താടാ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നത്? സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞ് നേരെ നോക്കിയത് സെലീനയുടെ മുഖത്തായിരുന്നു. സെലീന എന്താ ഇവിടെ? വരുണെന്താ ഇവിടെ? സോ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. ബട്ട് ഞാൻ അവരെ പോലെയല്ല. ഐ എം എ ജെന്റിൽമാൻ. ബൈ ദ വേ, സെലീൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? അതൊരു വലിയ കഥയാണ്. ചുരുക്കി പറഞ്ഞാൽ മതി. അവൾ നടന്ന കാര്യം അവനോട് പറഞ്ഞു. ഓ, ആരെങ്കിലും കാർത്തികുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുമോ? അങ്ങനെ ഫ്രണ്ട്ഷിപ്പിലായാൽ തന്നെ അവരൊരു അകലം പാലിച്ചിരിക്കും. താൻ ആ സഞ്ജനെ കണ്ടിട്ടില്ലേ? അവൾ കാർത്തികുമായിട്ട് ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ബട്ട് യാ, ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. താനും അങ്ങനെ പോയതാണെന്ന് അയാൾ കരുതിയിരിക്കും. നോ നോ നോ, ഞാൻ അങ്ങനെ പോയതൊന്നുമല്ല. ഇതിന് മുന്നേ ഡിന്നറിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ലായിരുന്നു. സോ അയാളെ എപ്പോഴും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പോയത്. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ആ കൃത്യസമയത്ത് ജെ കെ വന്നതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. ഐ മീൻ രക്ഷപ്പെട്ടല്ലോ. അല്ല, നീ എങ്ങനെയാണ് കൃത്യസമയത്തോടെ എത്തിയത്? ടെലിപ്പതി അടിച്ചോ? ടെലിപ്പതി ഒന്നുമല്ല. അവൾ കാർത്തിക് വിളിച്ചിട്ട് ഹോട്ടലിൽ പോയിരിക്കുമെന്ന് അവളുടെ കസിൻ പറഞ്ഞു. അതിലത്ര പന്തി തോന്നിയില്ല. അങ്ങനെ ചെന്നത്. ഓ ഓക്കെ, ഇനി എന്താ പ്ലാൻ? സെലീന അങ്ങനെ തിരിച്ചു പോകും? ഞങ്ങൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യണോ? ഞാൻ പോകുന്ന മെയിൻ റോഡൊക്കെ അടച്ചിരിക്കുമെന്നാണ് ജോബി പറഞ്ഞത്. ഇനി ചുറ്റിയെ പോകാൻ കഴിയൂ. എൻ്റെ ഡ്രൈവറും എവിടെയോ പെട്ട് കിടക്കുക. ഇനി ഞാനും കൂടി ബ്ലോക്കിൽ പെട്ട് പോയാൽ അത് മാത്രമല്ല, വീട്ടിലാണെങ്കിൽ ജൂബിയും ഇല്ല. അവൾ നാട്ടിൽ പോയി. ഓ, അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഐ ഡോണ്ട് നോ. തനിക്ക് വിരോധം ഇല്ലെങ്കിൽ എന്ന് താൻ ഞങ്ങളുടെ ഒപ്പം കുടിക്കുമോ? അത് ശരിയാകില്ല. അവൾക്ക് മുന്നേ അവൻ ചാടിക്കയറി പറഞ്ഞു. അതെന്താ ശരിയാകാത്തെ? എടാ, ഞാൻ അവളെ ഒന്നും ചെയ്യില്ല. അവളെൻ്റെ പെങ്ങളെ പോലെയാ. പിന്നെ നിൻ്റെ കൺട്രോൾ പോകാതിരുന്നാൽ മതി. നിങ്ങൾ വെറുതെ തർക്കിക്കണ്ട. അല്ലെങ്കിലും ഞാനവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. അതെ, ഇവളെ ഇവിടെയുള്ള ആരെങ്കിലും കണ്ടാൽ പിന്നെ പണിയാവും. അപ്പം പിന്നെ എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നത്? നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ചിന്തിക്കുന്നത് സെലീനയെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. യുനോ സെലീൻ, നീ അവിടെ സേഫ് ആയിരിക്കും. അല്ല, ഞാനവിടെ ചെല്ലുന്നത് മാമിന് ഇഷ്ടമായില്ലെങ്കിലോ? എന്തിന്? അല്ലോ, ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതിന് നിന്നെ അവിടെ പെണ്ണുകാരനൊന്നല്ല കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രി സ്റ്റേ ചെയ്യാനൊരിടം വേണം. അതിന് പറ്റിയ സ്ഥലം എൻ്റെ വീടാണെന്ന് തോന്നി. അതാകുമ്പോൾ ഇവിടെ നിന്ന് അടുത്തുമാണ്. പാപ്പരാസികൾ അതേ എത്തി നോക്കാത്ത സ്ഥലവുമാണ്. യെസ്, ഇനി ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല സെലീന. നിനക്ക് പറ്റിയ സ്ഥലം അവിടെ തന്നെയാണ്. നീ വേഗം ഇറങ്ങാൻ നോക്ക്.
ഓക്കെ, അപ്പോൾ ശരി, ഞാൻ ഇവളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. എന്തിനാ നീ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നേ? എടാ ഇത് വീക്കെൻഡാ, ഇനി 2 ദിവസം ബ്രേക്ക് അല്ലേ, നീ ഇനി അങ്ങോട്ടേക്ക് വരണ്ട, ഞാനും വീട്ടിലേക്ക് പോവുക. ആ, ഞാനത് മറന്നു. നിനക്ക് കിട്ടുന്നൊരു വലിയ ചാൻസാണ്, മാക്സിമം മുതലാക്കിക്കോ. എങ്ങനെ? എടാ മണകുണാപ്പ, നിങ്ങൾ തമ്മിലൊരു 1008 തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഇല്ലേ, അതൊക്കെ മാക്സിമം പറഞ്ഞു തീർക്കാൻ. ഓ ആ, ഇനി നീ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് തീർത്തിരിക്കണം. ഓക്കെ? അതോ പുതിയ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുമോ? മോനെ, കയ്യിൽ നിന്ന് പോവല്ലേ. പോവാം. എവിടെ? ആ ഓക്കെ, നമുക്ക് പോകാം. അവർ 3 പേരും അവിടെ നിന്നിറങ്ങി. കമലയാണ് വന്ന് വാതിൽ തുറന്നത്. ആഹാ, സെലീനയോ? കയറി വാ മോളെ. കയറിക്കോ. അവൾ നേരിയ അങ്കലാപ്പോടെ അകത്തേക്ക് കയറി. എത്ര നാളായി സെലീനയൊന്ന് കണ്ടിട്ട്? നിനക്ക് സുഖമാണോ? ആ സുഖമാണോ മാം. ആരാ കമലേ? സെലീനയോ? നിനക്ക് പ്രേമിക്കാനുള്ള അനുഭവം തന്നു എന്ന് കരുതി ഇതുപോലെ പെണ്ണിനെ വിളിച്ചിറക്കൊണ്ടുള്ള അനുഭവം ഞാൻ തന്നിട്ടില്ല. പപ്പ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എടാ നീ ഇപ്പം തന്നെ അവളെ തിരികെ വീട്ടിൽ കൊണ്ടാക്കിയേ. ഓ പപ്പ, അവളെ ഒന്ന് നോക്കിയേ, അവളെ മുഖം കണ്ടിട്ട് ഞാൻ വിളിച്ചിറക്കൊണ്ട് വന്നാണെന്ന് തോന്നുന്നുണ്ടോ? സെലീന ഇത് കണ്ടൊന്നും പേടിക്കണ്ട. ആൾ ഡ്രാമ ചെയ്ത് ഇപ്പോൾ ഫുൾ ഡ്രാമാറ്റിക് ആയിപ്പോയി. മോള് വാ. കമൽ അവളെയും വിളിച്ച് അകത്തേക്ക് പോയി. പപ്പ എന്തോ ഈ നേരത്തെ കിടന്ന് കാണിച്ചു കൂട്ടിയേ? എടാ ഇതെല്ലാം പപ്പയുടെ ഒരു അഭിനയമല്ലേ? നിന്റെ പ്രേമത്തിന് ഞങ്ങളെല്ലാവരും കട്ട സപ്പോർട്ടാണെന്ന് അവളും അറിയട്ടെ. അത് പോട്ടെ, പപ്പയുടെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഭരത് ഗോപി തോറ്റുപോകും. ഇതൊക്കെ എന്ത്? പപ്പയ്ക്ക് പറ്റിയ ഡയറക്ടർ പണി തന്നെയാണ്. പിന്നെ ടീച്ചറമ്മയ്ക്കൊന്നും ചോദിക്കാനല്ലേ പഴയ സ്റ്റുഡൻറ്റിനോട്? ചോദിക്കാമല്ലോ, അയാളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ അല്ലേ? സത്യത്തിൽ കുറച്ച് കിളികൾ പറന്നുപോയ അവസ്ഥയിലാണ് സെലീന ഇപ്പോൾ. കാരണം തന്നെ ഈ രാത്രിയിലൂടെ കണ്ടാൽ താൻ എന്താ ഇവിടെ എന്ന അർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്നും അതിനെന്ത് മറുപടി പറയണമെന്നും അറിയാതെ പഴയ ടീച്ചറിനോടും തൻ്റെ ഡയറക്ടറിനോടൊക്കെ എങ്ങനെ പെരുമാറണമെന്നും യാതൊരു ഐഡിയ ഇല്ലാതെ വന്നതാണ് സെലീന. പക്ഷേ അവരുടെ പെരുമാറ്റം തികച്ചും വ്യത്യസ്തമാണ്. താനും ഈ വീട്ടിലെ ഒരു നോർമൽ പേഴ്സണിനെ പോലെയാണ് അവർ പെരുമാറുന്നത്. അതവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതിനെക്കുറിച്ച് അവൾ കാട് കയറി ചിന്തിക്കുന്നതിനിടയ്ക്ക് ജെ.കെ. അവളെ ശ്രദ്ധിച്ചു. ഹേയ്, എന്തായി ആലോചിക്കുന്നേ? നത്തിങ്, ഞാൻ വെറുതെ. സെലീന എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല. താൻ കൺഫ്യൂഷൻ ആകണ്ട. സിറ്റി മുഴുവൻ ബ്ലോക്കാണെന്നും തനിക്ക് വീട്ടിൽ ചെല്ലാൻ യാതൊരു വഴിയില്ലെന്നും അതുകൊണ്ട് സെലീന ഇന്ന് രാത്രി നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെന്നും ജെ.കെ. നേരത്തെ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ഒന്നിനെക്കുറിച്ചും ചോദിക്കാതിരുന്നത്. ഓ, പക്ഷേ ഞാനതൊന്നുമല്ല ചിന്തിച്ചത്. തനിക്ക് വിമിഷ്ടമൊന്നും തോന്നണ്ട. ഇത് തൻ്റെ വീട് പോലെ കരുതിയാൽ മതി. പിന്നെ തൻ്റെ വീട്ടിൽ കിട്ടുന്നത്ര നല്ല ഫുഡൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അത് മാത്രം താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓഹോ, അങ്ങനെ ഡയറക്ടർ സാർ ഫുഡ് കഴിക്കണ്ട? കൊണ്ടുപോവല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. കേട്ടോ സെലീന, ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ ഭാര്യയുടെ ഫുഡാണ്. ഓ മതി, ഇനി എന്നെ ഐസ് വെച്ച് ഒരു വെറുതെ ജലദോഷം പഠിപ്പിക്കണ്ട. ഓ കണ്ടോ, ഇതാണ് ഈ ഭാര്യമാരുടെ കുഴപ്പം. കുറ്റം പറഞ്ഞാലും ഇഷ്ടപ്പെടില്ല, അപ്രിഷ്യേറ്റ് ചെയ്താലും ഇഷ്ടപ്പെടില്ല. പപ്പ, അത് ഈ ഭാര്യമാരുടെ എന്നല്ല, എല്ലാ പെണ്ണുങ്ങളുടെ കുഴപ്പം ഇത് തന്നെയാണ്. കണ്ടോ, 2 പേര് നിന്നെ ഒരുപോലെ നോക്കിയത് കണ്ടോ? അത് ഞങ്ങൾ ഒരേ വർഗ്ഗമായതുകൊണ്ട്. ഓ, വർഗശക്തി. കേട്ടോ ജീവ, നിന്റെ പ്രൊപ്പോസൽ സെലീന റിജക്റ്റ് ചെയ്തത് തന്നെയാണ് നല്ലത്. അതെന്താ? നീ കണ്ടില്ലേ, നിന്റെ മമ്മയും സെലീനയ്ക്ക് ഒരേ വേവ് ലെങ്താ. ഇവർ 2 പേരും കൂടി ഈ വീട്ടിലുണ്ടെങ്കിലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി. പ്ലീസ്
സ്റ്റോപ്പ് ഇറ്റ്. എന്ത് സ്റ്റോപ്പ് ഇറ്റ്? നിന്റെ മമ്മയെ കെട്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുന്ന നീ കാണുന്നില്ലേ? അതേ അവസ്ഥയായിരിക്കും നിൻ്റേത്. അല്ല, എന്നെ കെട്ടിയത് കൊണ്ട് എന്ത് കഷ്ടപ്പെടാൻ നിങ്ങൾക്കുണ്ടായത്? നിങ്ങളെ കെട്ടിയത് കാരണം ഞാനാണ് കഷ്ടപ്പെട്ടത്. നിനക്കറിയാം സലീം, മര്യാദയ്ക്ക് ഓർഫനേജ് ട്യൂഷൻ സെൻറ്റർ എന്ന് ജീവിച്ച എന്നെ വന്ന് കെട്ടി 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ചെക്കനെ തന്നിട്ട് തുടങ്ങിയതാണ് ഇദ്ദേഹത്തിൻ്റെ തേരോട്ടം. സിനിമ എൻ്റെ പാഷനാണ്, എനിക്ക് ഡയറക്ടറാകണമെന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് ഇറങ്ങി കക്ഷി. പിന്നെ വല്ല ആണ്ടിലോ ആവണിലോ വന്നാലായി. അതിലും ഇൻകം എന്ന് പറയുന്നത് ഇല്ല, 0. ഈവൻ കുഞ്ഞായതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ട്യൂഷൻ സെൻറ്ററിലെ ജോലിയും നിർത്തേണ്ടി വന്നു. അവരെ നോക്കാനും ആരുമില്ല. എല്ലാം കൊണ്ട് കഷ്ടപ്പാടിലായത് എനിക്കാണ്, ലൈക്ക് എ സിംഗിൾ മദർ. പിന്നെ ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് കിഷോറിന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ചാൻസ് കിട്ടിയത്. പക്ഷെ ആ സമയത്തും ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാതെ തുടർന്ന് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി കിട്ടിയത്. അപ്പോഴും സാറ് വീട്ടുകാര്യങ്ങൾ ബോധേഡായിരുന്നില്ല, പ്രത്യേകിച്ച് ഇവൻ്റെ കാര്യത്തിൽ. അത് സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ശരി, കോളേജ് കാലത്തിലാണെങ്കിലും ശരി, കോളേജ് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, ഇവനെ ഇത്രയും ദൂരം വളർത്തിയതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് വരേണ്ടത്. എന്നിട്ടിപ്പോൾ പറയുന്നത് കണ്ടില്ലേ എന്നെ കെട്ടിയത് കഷ്ടപ്പാടാണെന്ന്. ഓക്കെ ഇനിയിപ്പം കഴിഞ്ഞ പഴംപുരാണൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? നിങ്ങൾക്കിത് പഴംപുരാണായിരിക്കും, എനിക്കത് സർവൈവർ ത്രില്ലറാണ്. എന്തായാലും ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ മമ്മയെ കെട്ടിയതാണ് പപ്പയുടെ കഷ്ടകാലം എന്ന് ഒരിക്കലും പറയരുതായിരുന്നു. നീ വലിയ അപ്പോസ്തലനൊന്നും ചമയണ്ട. നീ അവളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ കോളേജ് സമയത്ത്. മതി. ഇനി അപ്പനും മോനും കൂടി വഴക്കൂടണ്ട. 2 പേരും എഴുന്നേറ്റ് പോയേ. ഡൈനിങ് ടേബിളിന് മുന്നിൽ വന്ന് അപ്പം അടിവെച്ചോളൂ ഡയറക്ടറും മോനും എന്ന് പുറപുറത്ത് കൊണ്ട് കമല എഴുന്നേറ്റ് പോയി. അവൾ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. ഞാനില്ലാതെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ. പക്ഷേ ഇന്നേ വരെ എന്നോട് അവൾ ഇതൊരു പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അവൾ പറഞ്ഞത് ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നുമില്ല. കാരണം അവളിത് പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം, ഇന്ന് ഞാനാണേലും ഇവനാണേലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് അവക്കുണ്ട്. പക്ഷെ എന്നാലും അവളെങ്ങനെ വെറുതെ ചൊടിപ്പിച്ച് വർത്താനം പറയുന്നത് ഒരു രസം. തുറന്നു പറഞ്ഞാൽ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് എൻ്റെ ഭാഗ്യം. സെലീനയ്ക്ക് ഈ റൂം കംഫർട്ടബിൾ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇത് മതി മാം. പിന്നെ ഇത് ജീവയുടെ ഷർട്ടാണ്. ഇന്ന് രാത്രി താൻ വേണമെങ്കിൽ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഈ ഷർട്ട് ഇട്ടോ. രാത്രി നൈറ്റ് ഡ്രസ്സിന് പകരമായിട്ട് ഇതിട്ടാൽ മതി. അല്ല മാം, ഞാൻ ഇത് തന്നെ ഇട്ടോളാം. അയ്യേ, ഇന്ന് രാത്രി ഫുൾ ഇട്ടിട്ട് നാളെ ഇത് തന്നെ ഇട്ടിരിക്കാനോ? അത് വേണ്ട, ഇതിത്തിരി തനിക്ക് വലുതായിരിക്കും. അത് വേറൊന്നുമല്ല, വേണ്ടാത്ത മസിൽ കുത്തിക്കയറ്റിയത് കാരണം അവൻ്റെ അപ്പൻ്റെ അതേ സൈസുള്ള ഷർട്ടാണ് അവനെ ഇടുന്നത്. ബട്ട് സാരമല്ല, തനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താനതിട്ടോ. താങ്ക് യു മാം. അവരൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. സമയം കടന്നുപോയി. JK അവൻ്റെ റൂമിൽ തന്നെയായിരുന്നു. പക്ഷെ മനസ്സ് സെലിൻ്റെ കൂടെയായിരുന്നു. ഇന്ന് നടന്ന കാര്യങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു, എന്ന് നടക്കാൻ പാടില്ലാത്തതുമായിരുന്നു. എന്നാലും JK മനസ്സിൽ ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. കാരണം ഇത്ര നാളും തൻ്റെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് എത്തിയല്ലോ. പോരാത്തതിന് അവളിന്ന് ഇട്ടിരിക്കുന്നത് അവൻ്റെ ഷർട്ടും. ആ ഷർട്ടിൽ അവളെ ഒന്ന് കാണണമെന്ന് അവന് തോന്നി. ആ ഷർട്ടും ധരിച്ച് അവൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരില്ല. സോ അങ്ങോട്ടേക്ക് തന്നെ പോകണം. അവർ രണ്ടും കൽപ്പിച്ചു അങ്ങോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അവൻ വന്ന് സെലിൻ്റെ റൂമിൻ്റെ ഡോറിൽ മുട്ടി. സെലിൻ. നോ റിപ്ലൈ. അവൻ മെല്ലെ ഡോറ് തുറന്നു നോക്കി. അതിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇവളതെവിടെ പോയി? അവൻ ആ റൂം മുഴുവൻ അരിച്ചു പുറക്കെങ്കിലും അവൾ അവിടെ എങ്ങും കണ്ടില്ല.
അവൻ അവളോട് തിരയാൻ തുടങ്ങി. ആ തിരയുന്നതിനിടയ്ക്ക് ടെറസിലേക്കുള്ള ഡോർ തുറന്നു നടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി. അതെ, അവൾ അവിടെ ഉണ്ടായിരുന്നു. സെലിൻ, നീ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാൻ വെറുതെ വന്നിരുന്നതാ. അതോ റൂം കംഫർട്ടബിൾ ആയില്ലേ? വീട് മാറിയതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. റെഗുലറായിട്ട് വീട് മാറി കിടക്കുന്ന എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാനിങ്ങനെ ഇരിക്കാറുണ്ട്, എനിക്കത് ശീലമാണ്. ഞാൻ വീട്ടിലാണെങ്കിലും ടെറസിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഇവിടുത്തെ ഈ തണുത്ത കാറ്റും ക്വയറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ മനസ്സിൽ റിലാക്സേഷൻ തരും. ഐ തിങ്ക് തനിക്ക് ശീലമില്ലെന്നോ? ഇവിടെ ആരും അങ്ങനെ വന്ന് ഒറ്റയ്ക്ക് ടെറസിൽ വന്നിരിക്കാറില്ല തോന്നി. അല്ല, താൻ ടെറസിൽ വന്നിരിക്കാറില്ലെങ്കിൽ പിന്നെന്താ ഇങ്ങോട്ടേക്ക് വന്നേ? അത് ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാ. എന്തിന്? നിന്നെ റൂമിൽ നോക്കിയിട്ട് കണ്ടില്ല. സോ താനെന്തിനാ എന്നെ റൂമിൽ അന്വേഷിച്ച്? വെറുതെ താൻ ഉറങ്ങിയോ എന്ന് നോക്കിയതാ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനും കൂടി ഇരുന്നോട്ടെ? താൻ പറഞ്ഞതുപോലത്തെ ഒരു ഫീൽ എനിക്കും കിട്ടുമെന്ന് അറിയാമല്ലോ. യാ ഷോ. അവൾ പെട്ടെന്ന് സമ്മതിച്ചു. അവനും അവളുടെ കുറച്ച് അരികിലായിരുന്നു. ആദ്യമായിട്ടാണ് സെലിൻ ഒരു 30 സെക്കൻഡോളം ജേക്കബോട് ഇത്രയും കാഷ്വലായിട്ട് സംസാരിക്കുന്നത്. അവൻ ഓർത്തു. അവരിരുവരും മൗനത്തിനിടം നൽകി വിദൂരതയിലേക്ക് എന്തോ നോക്കിയിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സ് ശാന്തമല്ല. അവളോട് എന്തൊക്കെയോ സംസാരിക്കാൻ അവൻ്റെ മനസ്സ് വെമ്പിക്കൊണ്ടിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞു തുടങ്ങണം എന്നൊന്നും അറിയാതെ അവൻ വീർപ്പ് മുട്ടുമ്പോൾ അവളിതൊന്നും അറിയാതെ അപ്പോഴും എന്തോ ചിന്തയിലാണ്ടിരിക്കുകയായിരുന്നു. നേരിയൊരു ഇളങ്കാറ്റ് അവളുടെ തലമുടി തലോടി പോകുന്നുണ്ടായിരുന്നു. രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ അവൾ കുറച്ചുകൂടി സുന്ദരിയായതുപോലെ അവന് തോന്നി. You look so beautiful, Celine. എന്താ? നത്തിങ്. ഞാനൊന്നും പറഞ്ഞില്ല. തൻ്റെ കസിൻ വീട്ടിലെത്തിയോ? വിളിച്ചോ നിന്നെ? അവൾ വീടെത്തി. അമ്മാവനോ? അമ്മാവൻ എന്താ പറ്റി? അമ്മാവന് ചെറിയൊരു നെഞ്ചുവേദന. ആൾക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടേ. സെലീനയ്ക്ക് അമ്മാവന് വലിയ കാര്യമാണല്ലേ? ഹീസ് ലൈക്ക് മൈ ഗാർഡിയൻ. പിന്നെ അമ്മ വിളിച്ചോ? അമ്മ വിളിക്കാറുണ്ടോ? കുറച്ച് മുമ്പായിട്ട് വിളിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ആ ഒരു കോൺവെർസേഷൻ കട്ടായിപ്പോയി. പക്ഷെ അവന് ഇനിയും എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ടോപ്പിക് കിട്ടുന്നില്ല. അങ്ങനെ അവർക്കിടയിൽ ആ നിശബ്ദത നീണ്ടു പോകുന്നതിനിടയിൽ അവൾ ചോദിച്ചു, തൻ്റെ പാരൻസ് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? വാട്ട്? അല്ല, ദേ ആർ ലവ്ലി കപ്പിൾസ്. റിയലി? അവരുടെ ബോണ്ട് നല്ല രസമുണ്ട്. ലവ് മാരേജ് ആയിരുന്നോ? നോ, വെൽ അറേഞ്ച്ഡ്. എന്താ ചോദിച്ചേ? വെറുതെ. താൻ ഒരുപാട് ലക്കിയാണ്. എന്താ അങ്ങനെ തോന്നാൻ? നോ, എനിക്കങ്ങനെ തോന്നി. ബിക്കോസ് ദേ ആർ ഗുഡ് പാരൻസ്. എന്തോ വെച്ചാൽ താൻ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എങ്കിൽ ഞാൻ പറയുന്നു, ദേ ആർ നോട്ട്. അവരത്ര നല്ല പാരൻസ് ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ തനിക്കത് ഖണ്ഡിക്കാൻ കഴിയുമോ? അതില്ല, പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അതായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ആര് പറഞ്ഞു? ഫസ്റ്റ് ഇംപ്രഷൻ നോട്ട് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഒരാളുടെ ബിഹേവിയറിൽ നിന്നാണല്ലോ നമ്മൾ അയാളുടെ ക്യാരക്ടർ തീരുമാനിക്കുന്നത്. പക്ഷെ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഗുഡ് ബിഹേവിയർ ഈസ് പാർട്ട് ഓഫ് എ ഗുഡ് ആക്ടിങ്. വാട്ട്? എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? കാർത്തിക് തന്നോട് ആദ്യം എങ്ങനെയാണ് പെരുമാറിയേ?
ഒരുപാട് നല്ലവരെ പോലെ പെരുമാറുന്നവരെ വേണം നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ദ ഗ്രേറ്റ് എബ്രഹാം ലിങ്കൺ പറഞ്ഞതാണ്. സോ അപ്പോൾ എങ്ങനെയാണ് ഒരാളെ വിലയിരുത്തുക? അയാളുടെ ക്യാരക്ടർ ആൻഡ് നേച്ചർ. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കും. സോ താനൊരു 1 മന്ത് ഇവിടെ നിന്ന് നോക്കും. എന്നിട്ട് തീരുമാനിക്കും എൻ്റെ പാരൻസ് നല്ലതാണോ അല്ലയോ എന്ന്. അതല്ലേ നല്ലത്. ഓഹോ, അപ്പോൾ ഇതിനാണല്ലേ വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞു വന്നത്. ഐ ആം ഇംപ്രസ്ഡ്. അങ്ങനെ വലിയ ഫിലോസഫിയൊന്നും പറഞ്ഞ് എനിക്ക് ഇമ്പ്രസ് ചെയ്യാനൊന്നും അറിയില്ല. ബട്ട് ഒരു കാര്യം സത്യം, താനും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. താൻ പാർട്ട് ഓഫ് മൈ ലൈഫ് ആകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അതൊന്നും നടക്കില്ല, അതോ എനിക്കറിയാം. കാരണം മനസ്സിൽ വലിയ തെറ്റിദ്ധാരണയുമായിട്ടല്ല നടക്കുന്നേ. ഏത്? സെലീന, അന്ന് രാത്രി തൻ്റെ അമ്മാവനെ ഞാൻ ഉപദ്രവിക്കാൻ കൂട്ടു നിന്നിട്ടില്ല. താൻ എന്നെ ഒന്ന് കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് ഞാൻ ഉപദ്രവിക്കാനല്ല വന്നത്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സെലീൻ. എനിക്ക് നിന്നെയോ നിൻ്റെ വീട്ടുകാരെയോ മനസ്സുകൊണ്ട് പോലും വിഷമിപ്പിക്കാൻ കഴിയില്ല. ബിലീവ് മീ. അമ്മാവൻ്റെ കാര്യം തന്നോട് ആരാ പറഞ്ഞേ? അത് ആരെങ്കിലും ആയിക്കോട്ടെ, നിന്റെ മനസ്സിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ താൻ എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചത്? നോ ജെകെ, അതുകൊണ്ട് മാത്രമല്ല. യു നോ സംതിങ്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരാളോട് ഭയങ്കര ക്രഷായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴോ? ഞാൻ ആദ്യമായും അവസാനമായും ആ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇത് നീ എന്നെ കളിപ്പിക്കാൻ പറയുന്നതല്ലോ. ഇപ്പം ഞാൻ കളി പറയുന്ന മൂഡിലല്ല ചേച്ചി. ഇത് നീ അയാളോട് പറഞ്ഞിട്ടുണ്ടോ? നോ, ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതെന്താ പറയാതിരുന്നേ? എനിക്ക് പറയാൻ കഴിയില്ല. ബിക്കോസ് ഞാൻ തന്നോട് അന്ന് പറഞ്ഞതുപോലെ എനിക്ക് പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ താല്പര്യമില്ല. ബട്ട് വൈ? ഇനിയെങ്കിലും നിനക്കത് പറഞ്ഞൂടെ? മനസ്സൊക്കെ എത്രത്തോളം വേദനിക്കണമെന്നറിയോ? ഒരു റീസൺ പോലും പറയാതെ നീ ഇങ്ങനെ. ഐ എം സോ ഡൺ വിത്ത് യു സെലിൻ. നിന്നെനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഓക്കെ, ഐ എം ലീവിങ് നൗ. ടേക്ക് ഇറ്റ്. ശരിയാ, ഞാൻ ഇതുവരെയും തന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്ന റീസൺ പറഞ്ഞിട്ടില്ല. ബിക്കോസ് എനിക്കങ്ങനെ റീസൺ ഇല്ല. തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എനിക്കൊരു റീസണും ഇല്ല ചേച്ചി. പക്ഷെ എന്ന് കരുതി എനിക്ക് തന്നെ പ്രണയിക്കാനും കഴിയില്ല. അതാ ഞാൻ എന്താന്ന് ചോദിച്ചത്. അതിനുള്ള റീസൺ പറയണമെങ്കിൽ ഞാനൊരു 10-25 വർഷം പിറകിലേക്ക് പോകണം. 25 വർഷം മുന്നേ നിനക്ക് എന്താ സംഭവിച്ചത്? ഞാൻ എൻ്റെ കാര്യമല്ല, എൻ്റെ അമ്മയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. എൻ്റെ അമ്മ കോളേജിൽ പഠിക്കുന്ന കാലം. അന്ന് അമ്മയ്ക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. നല്ല കട്ട പ്രണയം. കെട്ടുന്നെങ്കിൽ അയാളെ കെട്ടുള്ളൂ എന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു. ബട്ട് ഓബിയസ്ലി എൻ്റെ അമ്മയുടെ വീട്ടിൽ നല്ല എതിർപ്പും ഉണ്ടായിരുന്നു. സാമ്പത്തികമായോ സ്റ്റാറ്റസ് നോക്കിയോ മറ്റോ. ബട്ട് അമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വീട്ടിൽ നിന്ന് ഒരുപാട് പ്രഷറായപ്പോൾ കോളേജിൻ്റെ പഠനം നിർത്തി 2 പേരും നാട് വിട്ടു. ഒരു ഒളിച്ചോട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. 2 പേരും 2 വീട്ടുകാരും കണ്ണ് വെട്ടിച്ച് മറ്റൊരിടത്ത് താമസം തുടങ്ങി. താമസിയാതെ ഞാനും ഉണ്ടായി. അവർ ഓൾറെഡി ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലായിരുന്നു. നല്ലൊരു ജോലിയില്ല, പഠനം പൂർത്തിയാക്കിയില്ല, പക്വതയില്ല, എടുത്ത തീരുമാനം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ വരവ്. പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ ജനിച്ച് കുറച്ച് മാസത്തിനകം അച്ഛൻ എന്ന് പറയുന്നയാൾ എന്നെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നൊന്നും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെയും കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ഒരുപാട് തവണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് യാദൃച്ഛികമായിട്ട് അമ്മാവൻ അമ്മയെ കാണാനിടയായിരുന്നു. പിന്നെ ഞങ്ങളെ കൊണ്ട് തിരികെ വീട്ടിലേക്ക് വന്നു എന്നാണ് അമ്മ പറഞ്ഞത്.
അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മാവൻ തന്നെയായിരുന്നു. പക്ഷേ അതോടൊപ്പം അമ്മാവൻ മറ്റൊരു തീരുമാനം കൂടി എടുത്തു. ഇനി മുതൽ ആ കുടുംബത്തിൽ ലവ് മാരേജ് അലൗഡല്ല. ആരെങ്കിലും ലവ് മാരേജിനെ കുറിച്ച് സംസാരിച്ചാൽ അപ്പോൾ എൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ലവ് മാരേജ് ചെയ്തത് കൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞു. ഓ, അപ്പോൾ അതുകൊണ്ടാണോ താൻ ലവ് മാരേജ് വേണ്ടാന്ന് വെച്ചത്? ഡെഫിനറ്റ്ലി നോ. എൻ്റെ അമ്മാവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെക്കുറിച്ചൊന്നും ഞാൻ കാര്യമാക്കി എടുത്തിട്ടില്ല. ഈവൻ അമ്മാവൻ്റെ ആ തീരുമാനത്തോടും എനിക്ക് വിയോജിപ്പും ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വിവാഹം വേണ്ടാന്ന് വെച്ചത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതു മുതൽ ഈ നിമിഷം വരെയും എൻ്റെ അമ്മ ജീവിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പലതവണ അമ്മാവനും മറ്റും സംസാരിച്ചിട്ടു. എൻ്റെ അമ്മ അത് ചെയ്തില്ല. ഒരുപക്ഷെ ഇനി മറ്റൊരു പുരുഷനെ വിശ്വസിക്കാൻ മടി ഉണ്ടായിരുന്നിട്ടായിരിക്കും. എന്നാലും അമ്മ വീണ്ടും ഒരു വിവാഹം വേണ്ടെന്ന് വയ്ക്കാനുള്ള മെയിൻ റീസൺ ഞാനാണ്. എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് ഇതുവരെയും എന്നെ വളർത്തി ഈ നിലയിലെത്തിച്ചത്. ഇനി എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം. ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ തീരുമാനിച്ചത്. അത് നടന്നു. ഇനി ഞാനും എൻ്റെ അമ്മയും മാത്രമുള്ള ജീവിതം, അതാണ് എൻ്റെ സ്വപ്നം. അതിനിടയിലേക്കൊരു പുരുഷനെ എനിക്ക് കയറ്റാൻ താല്പര്യമില്ല. എൻ്റെ അമ്മയ്ക്കൊരു പുരുഷനില്ലാതെ ഇത്ര നാളും ജീവിക്കാൻ കഴിയുമെങ്കിൽ എനിക്കും ജീവിക്കാൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പ്രണയവും വിവാഹവും എല്ലാം വേണ്ടെന്ന് വെച്ചത്. അല്ലാതെ താൻ കരുതുന്നത് പോലെ തന്നോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദേഷ്യമോ വാശിയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ആരോടെ ക്രഷ് തോന്നിയെന്ന് പറഞ്ഞത് അതാരായിരുന്നു? അത് എൻ്റെ കോളേജിലെ സീനിയർ ചെക്കനായിരുന്നു. സീനിയർ ചെക്കനോ? യു മീൻ ആൻ്റണി? നോ, അയാളുടെ പേര് ജീവൻ കെ കിഷോർ എന്നായിരുന്നു.